ഡിയർ സ്റ്റുഡൻസ്, നമ്മളങ്ങനെ 5ാമത്തെ സെമസ്റ്ററിലേക്ക് കടന്നിരിക്കുകയാണ്. 5ാമത്തെ സെമസ്റ്ററിൽ നമുക്ക് ഈ വർഷം പഠിക്കേണ്ട ഒരു പേപ്പറാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് എന്താണെന്നുള്ളത് നമ്മൾ ആദ്യ ക്ലാസ് മുതൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്കൗണ്ടിങ്ങിൻ്റെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആയിരുന്നു നമ്മൾ 4th സെമസ്റ്റർ വരെ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ വ്യത്യസ്തമായ തലങ്ങളായിരുന്നു. അപ്പോൾ നമുക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് ഓർ ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്നാണ്, ഓർ ഇറ്റ് ഈസ് റിഗാർഡഡ് ആസ് ലാംഗ്വേജ് ഓഫ് ബിസിനസ്. സാധാരണയായിട്ട് ലാംഗ്വേജ് നമ്മൾ ഉപയോഗിക്കുന്നത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അക്കൗണ്ടിങ് എന്നുള്ള ലാംഗ്വേജ് നമ്മൾ ഉപയോഗിക്കുന്നതിനായിരിക്കാം communicate information to people who have interest in an organization. ഒരു സ്ഥാപനത്തോട് താല്പര്യമുള്ള പാർട്ടീസ് അല്ലെങ്കിൽ ആളുകൾ ആരാണോ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലാംഗ്വേജ് അഥവാ അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ പാർട്ടീസ് എന്ന് പറയുന്നത് ആരായിരിക്കാം? മാനേജേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കാം, പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കാം, എംപ്ലോയീസ് ആയിരിക്കാം, ക്രെഡിറ്റേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഗവൺമെൻറ് ആയിരിക്കാം. അപ്പോൾ ഇവർക്കെല്ലാം എന്ത് വേണം? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വേണം എന്നുള്ളതാണ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളുന്നത് അതിലൊരു പാർട്ടി മാനേജേഴ്സാണ്. മാനേജേഴ്സ് അവർ ഇൻറ്റേർണൽ പാർട്ടിയാണ്. ഔട്ട്സൈഡായിട്ടുള്ള ക്രെഡിറ്റേഴ്സോ ഗവൺമെൻറ്റൊക്കെ ഔട്ട്സൈഡേഴ്സാണ്. പക്ഷേ ഈ മാനേജേഴ്സ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ പാർട്ടീസാണ്. അവർക്ക് വേണ്ട ഒരു ഇൻഫർമേഷനാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ടേക്ക് ഡിസിഷൻസ്. ഡിസിഷൻ മേക്കിങ്ങിന് അവർക്ക് ഇൻഫർമേഷൻ വേണം. അതെന്തിൻ്റെയൊക്കെ ഇൻഫർമേഷൻ ആവാം? ഫോർ എക്സാമ്പിൾ സെല്ലിംഗ് പ്രൈസിനെ കുറിച്ചാവാം, കോസ്റ്റിനെ കുറിച്ചാവാം, ഡിമാൻഡിനെ കുറിച്ചാവാം, കോമ്പറ്റീറ്റീവ് പൊസിഷനെ കുറിച്ചാവാം, പ്രോഫിറ്റബിലിറ്റിയെ കുറിച്ചാവാം, വ്യത്യസ്തമായ പ്രൊഡക്റ്റുകളുടെ ഇൻഫർമേഷൻ ആവാം. ഇതിനനുസരിച്ചായിരിക്കും അവർ തീരുമാനം എടുക്കുന്നത്. അതിനനുസരിച്ചായിരിക്കും കമ്പനിയുടെ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ പർട്ടിക്കുലറായിട്ടുള്ള മാനുഫാക്ചറിങ് യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങളും പ്രോഫിറ്റും മറ്റു കാര്യങ്ങളെല്ലാം. അപ്പോൾ അവർക്ക് എന്ത് വേണം? ഇൻഫർമേഷൻസ് വേണം. അപ്പോൾ ഇൻഫർമേഷൻസ് കിട്ടാനുള്ള അല്ലെങ്കിൽ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് ഇൻറ്റേർണലായിട്ട് കിട്ടാനുള്ള ഒരു സോഴ്സാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ള സംഗതി. അപ്പോൾ അക്കൗണ്ടിങ് നമുക്ക് പ്രധാനമായിട്ടും വ്യത്യസ്തമായിട്ടുള്ള ബ്രാഞ്ചുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. മെയിൻ അക്കൗണ്ടിങ് എന്നുള്ള കൺസെപ്റ്റിനെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്ന രൂപത്തിൽ വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാം. ഈ ക്ലാസിഫൈ ചെയ്യുന്നത് ആർക്കു വേണ്ടിയിട്ടാണോ ഈ ഒരു അക്കൗണ്ടിങ് സങ്കേതം ഉപയോഗിക്കുന്നത് അതിനടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ കൺസെപ്റ്റാണ് നമ്മൾ ഈ ഒരു സെമസ്റ്റർ പഠിക്കുന്നത്. അതിൽ കോസ്റ്റ് അക്കൗണ്ടിങ് ലേക്ക് വരുമ്പോൾ ഈ കോസ്റ്റ് അക്കൗണ്ടിങ് ഉപയോഗിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് കോസ്റ്റ് അറിയുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഏതൊരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ആ ബിസിനസ്സിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് പറയുന്നത് ഏൺ പ്രോഫിറ്റ് ആയിരിക്കും. സഫീഷ്യൻറ്റ് പ്രോഫിറ്റ് ഇല്ലാതെ ഏതൊരു സ്ഥാപനത്തിനും എന്ത് ചെയ്യില്ല? നിലനിൽക്കാൻ കഴിയില്ല. സപ്പോസ് പ്രോഫിറ്റ് ഏൺ ചെയ്താൽ തന്നെ അവർ കുറച്ചുകൂടി അധികമായിട്ടുള്ള പ്രോഫിറ്റ് പ്രതീക്ഷിക്കും. ദേ തിങ്ക് ബിഗർ. അത്തരത്തിൽ പ്രോഫിറ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ 2 മാർഗ്ഗങ്ങളാണുള്ളത്. ഒന്ന്, ഇൻക്രീസ് ദ പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ് ഓർ റെഡ്യൂസിങ് ദ കോസ്റ്റ് ഓർ കൺട്രോളിങ്. ഉൽപ്പന്നത്തിൻ്റെ വില കൂട്ടുകയും അല്ലെങ്കിൽ ഉൽപ്പന്നത്തിൻ്റെ കോസ്റ്റ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ കോസ്റ്റ് കൺട്രോൾ ചെയ്യുകയോ ചെയ്യുന്നതിലൂടെയാണ് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ രണ്ടും കൂടി ചെയ്യുക. ഒരു മോഡേൺ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ബിസിനസ് എൻവയോൺമെൻറ്റിൽ ഇത്തരത്തിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുക എന്ന് വെച്ചാൽ കൺസ്യൂമേഴ്സ് അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ആസ് എ റിസൾട്ട് പ്രോഫിറ്റ് ഫാൾ. അത് കാരണം എന്ത് ചെയ്യും? പ്രോഫിറ്റ് കുറയും. അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും? ലോസ് ദെയർ എക്സ്പെക്റ്റേഷൻ അബൌട്ട് ദ ഫേം.
ഫേമിനെ കുറിച്ചുള്ള അവരുടെ ഒരു നല്ല ഒരു പ്രതീക്ഷയും നഷ്ടപ്പെടും. അപ്പോൾ മറ്റെന്തെല്ലാം സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യാം, അതിലൂടെ പ്രോഫിറ്റ് നേടിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടത് എന്താണ്? ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ്, ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റേജസിലുള്ള അതിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സ് തുടങ്ങിയിട്ടുള്ള ഇൻഫർമേഷൻസ്, ഇൻറ്റേർണൽ ഇൻഫർമേഷൻസ്, പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ഇൻറ്റേർണൽ ഇൻഫർമേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുകയും അതുവഴി സെല്ലിംഗ് പ്രൈസ് കുറയ്ക്കാനും കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് നൽകാൻ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് സാധ്യമല്ല. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഈ ഒരു ഫെയിലറിൽ നിന്നാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ള കൺസെപ്റ്റ് വളരുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പ്രധാനമായിട്ടും കൺട്രോൾ ചെയ്യുകയാണ് കോസ്റ്റിനെ കൺട്രോൾ ചെയ്യുക, അതുവഴി പ്രൈസ് റെഡ്യൂസ് ചെയ്ത് കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാം, അല്ലെങ്കിൽ നിലവിലുള്ള പ്രൈസിൽ വിറ്റുകൊണ്ട് തന്നെ കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ഡെവലപ്ഡ് ടു meet the challenges of reducing and controlling cost in the modern environment of competition and complexity. കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ള ബ്രാഞ്ച് ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഇപ്പോഴത്തെ ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ പ്രോഫിറ്റ്, ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൻ്റെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ നേരിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകളെ കുറിച്ച് പഠിക്കാം. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് രണ്ട് വേർഡ്സാണ് അതിലുള്ളത്, കോസ്റ്റ് ആൻഡ് അക്കൗണ്ടിങ്. കോസ്റ്റ് എന്നുള്ളത് നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിങ്ങൾ പല പ്രാവശ്യമായിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളൊരു വാക്കാണ് കോസ്റ്റ്. അക്കൗണ്ടിങ് നമ്മൾ അക്കൗണ്ടിങ് പഠിക്കുന്ന സമയം മുതലേ അക്കൗണ്ടിങ് എന്ന് കേൾക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ കോസ്റ്റ് പ്ലസ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് എന്നുള്ള വാക്കുണ്ട്, അക്കൗണ്ടിങ് എന്നുള്ള വാക്കുണ്ട്. അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കുന്ന വാക്കാണ് കോസ്റ്റ്. നമ്മൾ സാധാരണ ചെലവ് എന്ന് പറയും കോസ്റ്റ്, അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ, എക്സ്പെൻസ് എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ന് ബേസിക് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകൾ മാത്രമാണ്. കോസ്റ്റ്, കോസ്റ്റിംഗ്, കോസ്റ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടൻസി തുടങ്ങിയുള്ള കൺസെപ്റ്റ്. അപ്പോൾ അതിൽ നോക്കുക. കോസ്റ്റ് വളരെ സിമ്പിളായിട്ട് പറയുന്നുണ്ട്, സാക്രിഫൈസ്ഡ് റിസോഴ്സ് ടു ഒബ്റ്റെയിൻ സംതിങ്. അപ്പോൾ ഇത് മാത്രം നോക്കുക, അതിനുശേഷം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. കോസ്റ്റിംഗ്, പ്രോസസ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ്. അവിടെ ശ്രദ്ധിക്കേണ്ട പ്രോസസ്സ് എന്നുള്ള വാക്കാണ്, അസർട്ടൈനിങ്. കോസ്റ്റ് അക്കൗണ്ടിങ്, പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ഫോർ കോസ്റ്റ്. അടുത്ത കോസ്റ്റ് അക്കൗണ്ടൻസി, പ്രാക്ടീസ് ഓഫ് കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ ആദ്യത്തെ നോക്കിക്കൊള്ളുക, കോസ്റ്റ്, സാക്രിഫൈസ്ഡ് റിസോഴ്സ് ടു ഒബ്റ്റെയിൻ സംതിങ്. ഒന്ന് ഉണ്ടാക്കുന്നതിന് വേണ്ടി മറ്റൊന്ന് ചിലവാക്കുക, അല്ലെങ്കിൽ മറ്റൊരു റിസോഴ്സ് ചിലവാക്കുക, അതിനെയാണ് എന്ത് പറയുന്നത്, കോസ്റ്റ് എന്ന് പറയുന്നത്. സാക്രിഫൈസ്ഡ് റിസോഴ്സ്, അപ്പോൾ ഒരു സാധനം ഉണ്ടാക്കുന്നതിന് വേണ്ടി വരുന്ന മണി, മെറ്റീരിയൽ, മെഷീനറി തുടങ്ങിയിട്ടുള്ള റിസോഴ്സുകളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടി ചേരുന്ന ആകത്തുകയാണ് അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. മറ്റൊരു സാധനം, ഒരു എക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ചിലവാക്കപ്പെടുന്ന മറ്റു സാധനങ്ങൾ. കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ പ്രോസസ്സാണ്. കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് അക്കൗണ്ടിംഗ് ആണ്. കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പ്രാക്ടീസാണ്. ആദ്യം കോസ്റ്റ് എന്താണെന്നുള്ളതാണ്. ദ ടേം കോസ്റ്റ് ക്യാരീസ് ഡിഫറെൻറ്റ് മീനിങ്സ്, വ്യത്യസ്തമായ മീനിങ്ങുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പറയുന്നത് ICMA ലണ്ടൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് ലണ്ടൻ, ഡിഫൈൻസ് കോസ്റ്റ് ആസ് ദ എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ, ആക്ച്വൽ ഓർ നോഷണൽ, ഇൻകേർഡ് ഓർ ഓൺ ഓർ ആട്രിബ്യൂട്ടബിൾ ടു എ സ്പെസിഫൈഡ് തിങ് ഓർ ആൻ ആക്ടിവിറ്റി. ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതിന് വേണ്ടി, ഒരു സാധനം, വസ്തു അല്ലെങ്കിൽ എന്തുമാവാം, പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതിന് വേണ്ടി ചിലവാകപ്പെടുന്ന എമൗണ്ടിനെയാണ് എന്ത് പറയുന്നത്, കോസ്റ്റ് എന്ന് പറയുന്നത്. അത് വളരെ ചുരുക്കി നമുക്ക് എന്തറിയാം, കോസ്റ്റ് refers to total expenses incurred on the production and sale of an article. ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി, വിൽക്കുന്നതിനും വേണ്ടി വരുന്ന ചെലവിനെയാണ് എന്ത് പറയുന്നത്, കോസ്റ്റ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ. ഓക്കെ, കോസ്റ്റ് മേ ബി ഡിഫൈൻഡ് ആസ് ദ മോണിറ്ററി വാല്യൂ
ഓഫ് ഓൾ സാക്രിഫൈസസ് മെയ്ഡ് ടു അച്ചീവ് ആൻ ഒബ്ജക്റ്റീവ്. അങ്ങനെയും പറയാം. അപ്പോൾ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ മോണിറ്ററി വാല്യൂസിനെയും കൂട്ടിയിട്ട് എന്താ പറയുക, കോസ്റ്റ് എന്ന് പറയാം. നെക്സ്റ്റ് കോസ്റ്റിംഗ്. കോസ്റ്റിംഗ് മീൻസ് അസർട്ടൈനിങ് ആക്ച്വൽ കോസ്റ്റ്. യഥാർത്ഥ കോസ്റ്റ് കണ്ടെത്തുന്ന പ്രോസസ്സാണ് എന്ത് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ICMA ലണ്ടൻ ഡിഫൈൻസ് കോസ്റ്റിംഗ് ആസ് ദി ടെക്നിക് ആൻഡ് പ്രോസസ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ്. ടെക്നിക്കാണ് എന്തിൻ്റെ, പ്രോസസ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ്. ദ ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് റെഫേഴ്സ് ടു ദ പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ് ടു അസർട്ടൈനിങ് ദ കോസ്റ്റ്. അപ്പോൾ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്തെല്ലാം ടെക്നിക്കും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉപയോഗിക്കുന്നു അതിനെല്ലാം ചേർത്ത് നമുക്ക് എന്താ പറയാം, കോസ്റ്റിംഗ് എന്ന് പറയാം. അത് പ്രോസസ്സാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ടു പ്രോസസ് ഓഫ് കോസ്റ്റിംഗ് റെഫേഴ്സ് ടു, എന്താണ് സൂചിപ്പിക്കുന്നത്, പ്രൊസീജിയർ ഫോർ അസർട്ടൈനിങ് കോസ്റ്റ്. കോസ്റ്റ് കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മൾ ഏതെല്ലാം പ്രൊസീജിയർ ചെയ്യുന്നു എന്നുള്ള. അവിടെ കോസ്റ്റിന് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യപ്പെടുന്നുണ്ട്, റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്, അപ്രോപ്രിയേറ്റ് അലോക്കേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ ചെയ്യപ്പെടുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്, ഓരോ പ്രൊഡക്ഷൻ്റെയും അല്ലെങ്കിൽ സർവീസിൻ്റെയും കോസ്റ്റ് കണ്ടെത്തുന്നതിന് വേണ്ടി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന കൺസെപ്റ്റാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ള കൺസെപ്റ്റിലോട്ട് വരുമ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് മേ ബി സിംപ്ലി മീൻസ് ഈ ഒരു ഇക്വേഷൻ ആയിട്ട് പറയാം. കോസ്റ്റിംഗ് പ്ലസ് അപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റ് കൺട്രോൾ മെത്തേഡ്സ് പ്ലസ് അസർട്ടൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി. കോസ്റ്റിംഗ് ഉപയോഗിക്കപ്പെടുന്നുണ്ട്, കോസ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡുകളുടെ അപ്ലിക്കേഷനുമാണ്, അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി അസർട്ടൈൻ ചെയ്യുന്നതും കൂടിയാണ്. മൂന്നും കൂടി ചേരുമ്പോഴാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ആവുന്നത്. ഇറ്റ് ഈസ് അക്കൗണ്ടിങ് ഫോർ കോസ്റ്റ്. കോസ്റ്റിന് വേണ്ടിയുള്ള അക്കൗണ്ടിങ്ങിനെയാണ് എന്ത് പറയുന്നത്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഫോർമൽ അക്കൗണ്ടിങ് സിസ്റ്റമാണ്. സെറ്റപ്പ് ഫോർ റെക്കോർഡിംഗ് കോസ്റ്റ്. കോസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നതിനുള്ള ഫോർമൽ അക്കൗണ്ടിങ് സിസ്റ്റത്തിനെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് ഈസ് ദി സയൻസ് ഓഫ് റെക്കോർഡിംഗ് ആൻഡ് പ്രസൻറ്റിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ പെർട്ടൈനിങ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് whereby these records become a method of measurement and means of control. പിന്നെ അടുത്തൊരു കൺസെപ്റ്റ് പറയുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടൻസി എന്നുള്ള കൺസെപ്റ്റ്. ICMA ലണ്ടൻ ഡിഫൈൻ ചെയ്യപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്, മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ടു ദ സയൻസ്, ആർട്ട് ആൻഡ് പ്രാക്ടീസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ and the ascertainment of profitability. It includes the presentation of information derived therefrom for the managerial decision making. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടൻസി ഉപയോഗിക്കുന്നത് മാനേജീരിയൽ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. എങ്ങനെയാണ്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസും റൂൾസും ഉപയോഗിച്ചുകൊണ്ട്, അക്കൗണ്ടിങ്ങിൻ്റെ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, കോസ്റ്റ് കൺട്രോൾ ചെയ്തുകൊണ്ട്, അത് കൃത്യമായി പ്രസൻറ്റ് ചെയ്തുകൊണ്ട്, അതിൽ നിന്ന് ഇൻഫർമേഷൻസ് ഡിറൈവ് ചെയ്തുകൊണ്ട് മാനേജീരിയൽ ഡിസിഷൻസിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അതാണ് കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടൻസി നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാവുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങും അതുപോലെ തന്നെ പ്രസൻറ്റേഷൻ ഓഫ് ഇൻഫർമേഷൻ ടു ദ മാനേജ്മെൻറ്റ് ഫോർ ഡിസിഷൻ മേക്കിങ്ങും കൂടി ചേരുന്നതാണ് എന്ത്, കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. താങ്ക് യു.